ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വസുന്ധര അമൃതയോട് ചോദിക്കുകയാണ്, മോളെ, മോളും ശ്യാമയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലേ? അതുപോലെ മോളും ആദിയും തമ്മിലും എന്തൊക്കെയോ ചെറിയ പരിഭവങ്ങളുണ്ട്. നീ ഞങ്ങളുടെ മൂത്ത മകളല്ലേ? നീ വേണ്ടേ ഈ ചടങ്ങ് മുന്നിൽ നിന്ന് നടത്താൻ? അന്ന് ഞങ്ങൾ കമ്പനിക്കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോ മോള് ദേഷ്യപ്പെട്ടാ പോയത്. രാത്രി വന്ന് ക്ഷമ പറഞ്ഞു കരഞ്ഞു. അച്ഛനോടും അമ്മയോടും മോള് പറ എന്താ കാര്യമെന്ന് വർമ്മയും ചോദിക്കുന്നു. അല്ലമ്മേ, ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാണെന്ന് അമൃത പറയുമ്പോ വസുന്ധര ചോദിക്കുകയാണ്, കല്യാണം നടത്തണോ എന്നാണോ മോളെ വെറുതെ ചോദിക്കുന്നത്? അത് ഒന്നുമില്ലമ്മേ, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് അമൃത മുറിയിൽ നിന്നും പോകുന്നു. എന്താ ഇവയ്ക്ക് പറ്റിയത്, എന്തൊക്കെ ഇവളി പറയുന്നതെന്ന് വസുന്ധര വർമ്മയോട് ചോദിക്കുമ്പോ ആദ്യമായിട്ടുള്ള പിണക്കത്തിന്റെ ആയിരിക്കുമെന്നും ഈ വിവാഹം ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്കെല്ലാം പരിഹരിക്കാമെന്നും വർമ്മ പറയുന്നു. അതിനു മുമ്പ് ഒരു സംസാരമോ തർക്കമോ ഒന്നും വേണ്ടെന്നും വർമ്മ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമ തന്റെ കണ്ണന്റെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ കണ്ണ, ഞാൻ ഈ 15-ാം തീയതി വരാൻ വേണ്ടിയാ കാത്തിരിക്കുന്നത്. നീ എന്നെ നിരാശപ്പെടുത്തരുത്. ഞാൻ കാരണം അമൃതേട്ടത്തിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് നീ എനിക്ക് കാട്ടിത്തരണം. അത്രയും പറഞ്ഞ് ശ്യാമ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ശ്യാമയെന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് അഖിൽ വരികയാണ്. എന്താടോ, എന്തു പറ്റിയെന്ന് അഖിൽ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, സാർ, എന്റെ സന്തോഷം മുഴുവൻ ഇല്ലാതാവുകയാണ്. ആദ്യം ഞാൻ മനസ്സുകൊണ്ട് അമൃതേട്ടത്തെയാണ് കുറ്റപ്പെടുത്തിയത്. പക്ഷേ എനിക്കിപ്പോ തോന്നുന്നത് കുറ്റം എന്റെ ഭാഗത്താണെന്നാ. ഒരു കാര്യവുമില്ലാതെ അമൃതേട്ടത്തി വെറുതെ ദേഷ്യം കാണിക്കില്ല. ഞാനെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതെന്താണെന്ന് അമൃതേട്ടത്തിയോട്ട് പറയുന്നുമില്ല. എന്താണെങ്കിലും താലി കെട്ട് കഴിയട്ടെ, അതുവരെ താൻ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കണ്ട. പിന്നെ നാളെയാണ് പുതിയ പാട്ടിന്റെ റെക്കോർഡിങ്, താൻ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. സാർ, ഞാൻ എങ്ങനെയാ സാർ പാടുന്നത്? മനസ്സ് സന്തോഷിച്ചാലല്ലേ പാട്ട് പാടാൻ പറ്റൂ. തിരിച്ചും സംഭവിക്കാമല്ലോ, പാട്ട് പാടിയാലും സന്തോഷം വരും. അതേസമയം അമൃത അവിടെ കാണുമ്പോൾ അഖില് അമൃതയെ വിളിച്ചു നിർത്തുകയാണ്. അമൃതേട്ടത്തി, ഞാൻ ഏട്ടത്തിയെ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയല്ല. ശ്യാമ ഏട്ടത്തിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഏട്ടത്തി അത് പറഞ്ഞാലല്ലേ തെറ്റ് തിരുത്താനാകൂ. അഖി, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ നീ ഇതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കേണ്ടെന്ന്. ശരി, എങ്കി വേണ്ട, പറയണ്ട. ഏട്ടത്തി ഐശ്വര്യ ഏട്ടത്തിയുടെ കൂടെ ചേർന്നല്ലേ? ദേ, ശ്യാമയ്ക്ക് ഞാനുണ്ട്. ലോകത്ത് ആരൊക്കെ ശ്യാമ എതിർത്താലും ശ്യാമയുടെ ഒപ്പം ഞാനുണ്ടാകും. ഇത് കേൾക്കുന്ന അമൃത ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ. എടോ, ചുമ്മാ ദേഷ്യം കാണിച്ച് നടക്കുന്നവരോട് പോകാൻ പറ. താൻ ഇങ്ങനെ വിഷമിക്കാതെ, ഞാൻ തന്നെയും താൻ എന്നെയും മനസ്സിലാക്കുന്നുണ്ടല്ലോ, നമുക്കത് തന്നെ ധാരാളം. അത്രയും പറഞ്ഞ് അഖില് ശ്യാമയെ സമാധാനിപ്പിച്ചുകൊണ്ട് മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജയേഷിനെയും ജഗനെയുമാണ്. ജയേഷ് പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അഖിലിന്റെയും ശ്യാമയുടെയും ജീവിതം ഇല്ലാതാക്കുക, അത് മാത്രമാ എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. എന്റെ ജയേഷേ, ഇതെല്ലാം പരസ്പരം ബന്ധിച്ചു കിടക്കുകയാണ്. ഇപ്പോ എന്താണെങ്കിലും ആ അരുന്ധതിക്ക് വേണ്ടി കൃഷ്ണ തുളസിയെ കണ്ടുപിടിച്ചു കൊടുത്തേ പറ്റൂ. ഇത് കേൾക്കുന്ന ജയേഷ് ചോദിക്കുകയാണ്, വേറെ ഒരു പാട്ടുകാരി പാട്ട് പാടുന്നതിന് ആ വിസ്മയ്ക്ക് എന്താ കുഴപ്പം? എന്റെ ജയേഷേ, ഞാൻ കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞാലേ ജയേഷ് ഞെട്ടും. പിന്നെ കൃഷ്ണ തുളസിയുടെ ശബ്ദവും വിസ്മയുടെ ശബ്ദവും ഒന്നാണ്, ഒരേപോലെയുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോ എന്ന് വിസ്മയ്ക്കൊരു സംശയം. ആ പറയുന്നതാ എനിക്ക് മനസ്സിലാകാത്തത്. രണ്ടു പാട്ടുകാർക്കും ഒരേ ശബ്ദമായിക്കൂടെ? ഉണ്ടാകാം. പക്ഷേ ആ പാട്ടുകാരി കൃഷ്ണ തുളസി എന്തിനാ മറഞ്ഞിരിക്കുന്നത്? ആ പാട്ടുകാരി അവരെക്കുറിച്ചുള്ള ഒരു വിവരവും വെളിപ്പെടുത്തുന്നില്ല. നാളെ നമ്മൾ ആ സ്റ്റുഡിയോയിലെ രാവിലെ മുതൽ തന്നെ ഉണ്ടാകണം. പാട്ടുപാടാൻ കുറച്ചു പേര് മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നെന്ന് ജയേഷ് ചോദിക്കുമ്പോൾ ജഗൻ പറയുകയാണ്, നമ്മള് കൃഷ്ണ തുളസിയോട് കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ ചോദിക്കും. എന്നിട്ട് വിവരങ്ങളൊക്കെ അരുന്ധതിക്ക് കൈമാറുകയും ചെയ്യും. അങ്ങനെ ചെയ്താൽ എനിക്കെന്താ ഗുണമെന്ന് ജയേഷ് ചോദിക്കുമ്പോൾ ജഗൻ പറയുകയാണ്, തനിക്ക് ഗുണം മാത്രമേ ഉണ്ടാകൂ. അതിനൊക്കെ അപ്പുറം നാളെ വിസ്മയുടെ പാട്ടിനെ കുറിച്ച് ഒരു ഞെട്ടിക്കുന്ന കാര്യം ഞാൻ ജയേഷിനോട് പറയും. ജയേഷേ, നമ്മളൊരു ടീമായി നിന്നാലേ അത്ഭുതങ്ങളൊക്കെ നടക്കും. എനിക്ക് നേട്ടമുണ്ടാകുന്നതാണെങ്കിൽ ഏത് മരണക്കളിക്കും ഞാൻ തയ്യാറാണെന്ന് ജയേഷും പറയുന്നു. അപ്പോ ശരി, നമ്മൾ നാളെ സ്റ്റുഡിയോയിൽ കാണുന്നെന്ന് പറഞ്ഞ് രണ്ടുപേരും പിരിയുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഉറങ്ങുന്ന അഖിലിന്റെ അരികിൽ വിഷമത്തോടെ ഇരിക്കുകയാണ് ശ്യാമ. ഒന്നും വേണ്ടായിരുന്നു, കമ്പനിയുടെ തലപ്പത്ത് എത്തണ്ടായിരുന്നു. അമൃതേട്ടത്തിന്റെ ദേഷ്യം അത് തന്നെയായിരിക്കും. പക്ഷെ അമൃതേട്ടത്തി എന്നെ എല്ലാത്തിനും പ്രോത്സാഹിപ്പിച്ചതാണല്ലോ. എന്താണെങ്കിലും ഞാൻ എന്റെ ഈ ജോലിയിൽ ഇനി തുടരുന്നില്ല. അത്രയും പറഞ്ഞ് ശ്യാമ ഒരു പേപ്പറും പേനയും എടുത്ത് തന്റെ രാജിക്കത്ത് എഴുതുകയാണ്. "ഗിൽ സാർ, എന്നോട് ക്ഷമിക്കണം. സാറിനോട് പറഞ്ഞ സാർ എന്നെ രാജിവെക്കാൻ സമ്മതിക്കില്ല. സമാധാനം വേണം സാർ. ഈ ജോലിയിലിരുന്നാൽ എനിക്ക് എന്താണെങ്കിലും സമാധാനം കിട്ടില്ല." പിന്നീട് കാണിക്കുന്നത് വിവാഹത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വസുന്ധരയും വർമ്മയുമാണ്. തുടർന്ന് ശ്യാമ വസുന്ധരയുടെയും വർമ്മയുടെയും മുറിയിലേക്ക് ചെല്ലുകയാണ്. "എന്താ മോളെ, എന്താ ഈ സമയത്ത്? ഓഫീസ് കാര്യം വല്ലോ ആണോ?" എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ആ പേപ്പർ വർമ്മയ്ക്ക് നേരെ നീട്ടിയിട്ട് ശ്യാമ പറയുകയാണ്,
അച്ഛാ, ഇതെന്റെ രാജിക്കത്താ. ഞാൻ കമ്പനിയിൽ നിന്നും രാജിവെക്കുകയാണ്. എന്താ മോളെ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് വസുന്ധര വർമ്മയോട് പറയുകയാണ്. എന്താ ആനന്ദേട്ടാ, ശ്യാമയ്ക്ക് ഓഫീസിൽ നിന്നും എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടായോ? അല്ലമ്മേ, അതുകൊണ്ടൊന്നുമല്ല. എന്താണെന്നറിയില്ല, എനിക്ക് ഓഫീസ് ജോലിയിലൊന്നും ശ്രദ്ധിക്കാനേ ആകുന്നില്ല. അതെന്താ മോളെ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയില്ലെന്ന് ശ്യാമ പറയുകയാണ്. ഇത് കേൾക്കുന്ന വർമ്മ ദേഷ്യത്തോടെ പറയുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇന്ന് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ ഒരു സമാധാനം ഉണ്ടാക്കണം. അത്രയും പറഞ്ഞ് വർമ്മ ദേഷ്യത്തോടെ ഹാളിലേക്ക് ചെന്ന് ആദിയെയും അഖിലിനെയും ഒക്കെ വിളിക്കുകയാണ്. അങ്ങനെ എല്ലാവരും താഴേക്ക് വന്ന് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ രാത്രി എല്ലാവരെയും വിളിപ്പിച്ചത്. കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന സ്ഥാനം ശ്യാമ രാജിവെക്കുകയാണെന്ന് പറഞ്ഞ് ശ്യാമയുടെ രാജിക്കത്ത് നിലത്തേക്ക് വലിച്ചെറിയുകയാണ് വർമ്മ. ഇത് കേട്ടിട്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഐശ്വര്യയ്ക്കും അപ്പച്ചിക്കും സന്തോഷമാകുന്നു. തുടർന്ന് വർമ്മ പറയുകയാണ്, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എനിക്കിപ്പോ തന്നെ അറിയണം. പിന്നെ ഇതിന്റെ പിന്നിലുള്ള കാരണവും എനിക്കറിയണം. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഇതൊരു നല്ല കാര്യം തന്നെയാണ്. ഒന്നാമതേ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ഏതു നേരം വീട്ടിലാണ്. വിവാഹ കാര്യങ്ങളൊക്കെ ശ്യാമ നോക്കുന്നത്, ഓഫീസ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല താനും. രാജിക്കത്ത് സ്വീകരിക്കണം. മത്സരത്തിൽ രണ്ടാമത് വന്ന എന്നെ നിയമിക്കുകയും ചെയ്യണമെന്ന് ഐശ്വര്യ പറയുകയാണ്. ഇത് കേൾക്കുന്ന അരുൺ ദേഷ്യത്തോടെ പറയുകയാണ്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ശ്യാമേ, എന്ത് വിഡ്ഢിത്തമാ നീ കാണിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അച്ഛനോടോ അല്ലെങ്കിൽ അഗിയോടോ അല്ലെങ്കിൽ ഞങ്ങളോടോ സംസാരിച്ച് തീർക്കാവുന്നതല്ലേ ഉള്ളൂ. അച്ഛാ, അച്ഛൻ ഈ രാജിക്കത്ത് കീറിക്കളയണമെന്ന് പറഞ്ഞ് ആദി വർമ്മയ്ക്ക് നൽകുകയാണ്. അങ്ങനെ പെട്ടെന്നൊരു തോന്നൽ വരുമ്പോഴേ രാജി എഴുതി തന്ന് പോകാനുള്ളൊരു സ്ഥാനമല്ല ഇത്. ഇനി ശ്യാമയല്ല, നിങ്ങൾ ആര് രാജിവെച്ചാലും കമ്പനി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അച്ഛാ, ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. കമ്പനി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം ശ്യാമയെന്ന് അഖില് പറയുമ്പോൾ ഇത് കമ്പനി കാര്യങ്ങളല്ലെന്നും മനസ്സിന്റെ പ്രശ്നങ്ങളാണെന്നും ശ്യാമ പറയുന്നു. എന്റെ അഭിപ്രായത്തില് ആ കുഞ്ഞിനെ മനപ്രയാസപ്പെടുത്തണ്ട, രാജിവെക്കാൻ സമ്മതിക്കണമെന്നാണെന്ന് അപ്പച്ചി പറയുമ്പോൾ അപ്പച്ചി ഒന്നും മിണ്ടണ്ടെന്ന് ആദി പറയുകയാണ്. തുടർന്ന് വർമ്മ അമൃതയോട് ചോദിക്കുകയാണ്, അമൃതേ, അമൃത മോൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? ഇല്ലച്ചാ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. തുടർന്ന് വർമ്മ പറയുകയാണ്, ശ്യാമയുടെ പെട്ടെന്നുള്ള രാജിയുടെ കാരണം ഞാൻ പറയാം. അമൃതയാണ് അമൃതയാണ് അതിന്റെ കാരണം. അല്ലേ മോളെ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ അതെങ്ങനെ അച്ഛാ ഞാൻ കാരണമാകുന്നത് എന്ന് വർമ്മയോട് ചോദിക്കുകയാണ് അമൃത. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.